ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിന് ആദ്യം ഒന്ന് കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനായിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തരുമെന്ന്. ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതെന്നല്ല, ജനറലി LDC VFA ഒക്കെ കണക്കാക്കി. ഇനിയിപ്പോൾ അതേ VFAയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ 15-ാം തീയതി വരും എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അത് ടെസ്റ്റ് സീരീസും SERT ക്ലാസ്സും ഒക്കെ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇപ്പൊ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ കൊടുത്ത് അന്നത്തെ പഠിക്കുന്നത് അന്ന് തന്നെ കുറെ ചോദ്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് ക്യൂസ് ആയിട്ടാണ് ചെയ്യുക, ഒരു ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തു തീർക്കും. അപ്പൊ അന്ന് പഠിച്ചത് നമ്മൾ അന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സെറ്റ് ആകും അല്ലേ. പിന്നെ SERT ക്ലാസ്, അതായത് SERT ടെക്സ്റ്റിലെ ഓരോ പോർഷൻസ് 5 തൊട്ട് 10 വരെ നമുക്ക് എന്തൊക്കെയാണോ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് എക്സ്ട്രാ അഡീഷണൽ ഫാക്ട്സ് ഒഫീഷ്യൽ വെബ്സൈറ്റും മറ്റ് ബുക്സും ഒക്കെ റെഫർ ചെയ്തുകൊണ്ട് എടുത്തിട്ടാണ് SERT ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇതൊരു കോഴ്സ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ കറണ്ട് അഫെയറിനാണ് ഇനി കൂടുതൽ സ്ട്രെസ് ചെയ്ത് അങ്ങോട്ടുള്ളതിന് കൊടുക്കാനും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തവർക്ക് അതിൻ്റെതായ രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ചാനലിന്റെ ലിങ്കിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അതിൽ കൊടുത്തിരുന്നത്. അതൊരു സ്റ്റഡി പ്ലാനോട് കൂടി ടെസ്റ്റ് സീരീസ് ഈ പറഞ്ഞ ക്ലാസ്സോടും കൂടിയാണ്. അപ്പോൾ അതിൽ ടെസ്റ്റ് സീരീസ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ജനറലായി VFA ഒക്കെ കണക്കാക്കിയിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു പോർഷൻ 1-2 കയറി വരാം ഒരു ദിവസം ഒന്നുള്ള രീതിയിൽ. പിന്നെ എന്താണ്, ഇപ്പോൾ ഒരു LGS ബേസ് ചെയ്ത് തന്നെ കംപ്ലീറ്റ് തീർത്തിട്ട് VFAയിലേക്കൊക്കെ കിടക്കാം എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ജനറലി LGSന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ. എനിക്ക് ബെറ്റർ ആയിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സ്റ്റഡി പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, LGSന് വേണ്ടിയിട്ട് LGSന്റെ മാത്രം സിലബസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനു മുൻപ് ഇതിൽ ചില ടേംസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിലബസ് കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാനത് ടൈം ടേബിളിൽ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനിൽ പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗം ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ ഞാൻ എക്കണോമിക്സ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക കേട്ടോ. അത് അങ്ങനത്തെ രീതിയിലാണ്. കാരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏകദേശം ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ്. പ്ലസ് അവിടെ 5 ഇയർ പ്ലാനും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് അവിടെ എക്കണോമിക്സ് എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ സ്റ്റഡി പ്ലാനിൽ എഴുതിയിട്ടുണ്ടാവും. എക്കണോമിക്സ് എന്നായിരിക്കും, പക്ഷെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ അവകാശങ്ങളും കടമകളും അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി അങ്ങനെ തന്നെയായിരിക്കും. നെക്സ്റ്റ് ഇത് കേരള ജിയോഗ്രഫി, അതും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, അത് ഞാൻ കേരള ഹിസ്റ്ററിയും പ്ലസ് നവോത്ഥാന നായകന്മാർ എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് റിനൈസൻസ് ലീഡേഴ്സ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നതാണ് ബെറ്റർ. ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഇരിക്കും. പിന്നെ ഇവിടെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ട് ഇത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എക്സെട്ര എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ എഴുതിയിട്ടുണ്ടാവുക സ്റ്റഡി പ്ലാനിൽ കേട്ടോ. പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് 20 മാർക്സ്, സയൻസിൽ ബയോളജി, ജീവശാസ്ത്രം അങ്ങനെ ആയിരിക്കും, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടാവും. പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്ത് എന്നായിരിക്കും ഞാൻ സ്റ്റഡി പ്ലാനിൽ എഴുതിയിട്ടുണ്ടാവുക കേട്ടോ. പബ്ലിക് ഹെൽത്ത് 10 മാർക്സ് ആണ്, അപ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ മാത്സ്, ജനറലി മാത്സ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ആദ്യം കാണിച്ചു തന്നിട്ട് സ്റ്റഡി പ്ലാനിലോട്ട് കിടക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, എന്തെങ്കിലും ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൾട്രേഷൻസ് വരുത്താം. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള സംഭവം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെ വെച്ച് നിർത്തിയോ അത് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ആ റെസ്പെക്റ്റീവ് ഡേയിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ഏകദേശം റിപ്പീറ്റ് ചെയ്തും വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോർഷൻസ് മാത്രമേ മാറുള്ളൂ, ടൈം ടേബിൾ ഫിക്സഡ് ആയിരിക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരില്ല, ഓരോ ദിവസവും ഓരോന്ന് നോക്കുന്നതായിട്ട് തോന്നില്ല. പിന്നെ ഞാൻ അതിൽ റിവിഷനും PYQ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് SERT ചാപ്റ്റേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ പെർട്ടിക്കുലർലി പോർഷൻസ് അറിഞ്ഞ് തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് എന്താണ് ഏത് ടോപ്പിക്കാണ് ഒരു സബ്ജക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഏതായുള്ള ഒരു ഇതിൽ ടെസ്റ്റ് സീരീസ്, സ്റ്റഡി പ്ലാൻ, അതുപോലെ ഈ പറയുന്ന ക്ലാസ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഈ പോർഷൻസ് ഒക്കെ പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിൽ ചേരണം എന്നുള്ളവർക്ക് അതിൽ ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ നോക്കാം. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ആദ്യം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേയിലെ നോക്കാം. മൺഡേയിൽ കേരള ഹിസ്റ്ററി, കേരള ജിയോഗ്രഫി, ഫിസിക്സ്, SERT ചാപ്റ്റർ, മാത്സ്, ഇങ്ങനെ 5
സബ്ജക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും ആദ്യം എടുക്കാൻ കാരണം കേരള ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ അത്യാവശ്യം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം കേരള ജോഗ്രഫി കുറച്ച് വെയിറ്റേജ് കൂടുതലാണ്. ഓക്കെ, ദെൻ ഫിസിക്സ് നമ്മൾ സയൻസ് സബ്ജക്റ്റ് എപ്പോഴും ഇന്റർമിക്സ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ദിവസം എല്ലാ സയൻസ് സബ്ജക്റ്റും നോക്കുന്നതിനേക്കാളും നല്ലത് ഓരോ ദിവസവും ഒരു സയൻസ് സബ്ജക്ട് എന്നുള്ള രീതിയിലാണ്. പിന്നെ SCRT ചാപ്റ്റർ ഒന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ 5 തൊട്ട് 10 വരെ ഉള്ളത് ആ ഒരു ഓർഡറിൽ നോക്കാം. അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് വെച്ചിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ SCRT പാഠഭാഗങ്ങൾ നോക്കി പോകുന്നവരുണ്ട്. ഓക്കെ, അതായത് 8 ആണെങ്കിൽ 8, 9ത്തെ പോർഷൻ ആണെങ്കിൽ അങ്ങനെ. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നോക്കാൻ. SCRT വേറൊരു വഴിക്ക് കൊണ്ടുപോകാം, ഇത് വേറൊരു വഴിക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പോർഷൻസ് സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് വെച്ചിട്ട് നമ്മൾ SCRT പാഠഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, 6 കുറച്ചുണ്ടാവും, 7 കുറച്ചുണ്ടാവും, 8 കുറച്ചുണ്ടാവും. അങ്ങനെ ആ ഒരു ഏരിയ, ഒരു സിംഗിൾ ഏരിയ നിങ്ങൾ പഠിക്കാൻ ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളിലും ഒരു ചാപ്റ്ററിൽ ഒരു പോർഷൻ നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ എന്തോരം ടൈം കൺസ്യൂമിംഗ് ആണ്. അതിനേക്കാളും നല്ലത് ആ ഒരു ഓർഡറിൽ SCRT പാഠഭാഗങ്ങൾ ജനറലൈസ് ചെയ്ത് 5 ഏതൊക്കെയാണ് വേണ്ടത്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസിൽ എന്തൊക്കെ വേണം, ആ പാഠഭാഗങ്ങൾ ഒരു ഓർഡറിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് പിന്നീട് ചോദ്യപേപ്പറുകളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് ഇന്ന ക്ലാസ്സിലെ ഇന്ന ചാപ്റ്ററിൽ നിന്നാണല്ലോ എന്ന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്കത് നന്നായി തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേട്ടാ. പിന്നെ മാത്സിൻ്റെ ഒപ്പം ഞാൻ കറണ്ട് അഫയേഴ്സ് മനഃപൂർവ്വം ഇടാതിരുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും നോക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് മാത്സ് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അത് നേരത്തെ പഠിച്ച് ശീലിക്കാൻ വേണ്ടിയിട്ടാണ് മാത്സ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ, അതിൻ്റെ മാക്സിമം പ്രോബ്ലംസ് ഇതുവരെ ചോദിച്ചതൊക്കെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ സെക്കൻഡ് ഡേയിൽ, അതായത് ട്യൂസ്ഡേയിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി. അപ്പോൾ നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും ഇത് പിന്നത്തെ വീക്കിലേക്കും ഇതേ പാറ്റേണിൽ ഫോളോ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എവിടെ വെച്ചിട്ടാണോ നിങ്ങൾ ഏത് പോർഷനാണോ നോക്കുന്നത്, ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ ബംഗാൾ വിഭജനമാണ് നോക്കുന്നതെങ്കിൽ ആ ബംഗാൾ വിഭജനം കംപ്ലീറ്റ് ചെയ്യാം ഒരു ദിവസം കൊണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാം. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി ഏത് ഏരിയ ആണ്, ഇപ്പോൾ അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് ആ പ്ലെയിൻസിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കാം. അതൊക്കെ ഒരു ദിവസം കൊണ്ട് തീരും. പക്ഷെ മൗണ്ടൻസ്, അതാണ് ഇപ്പൊ മൗണ്ടൻ റേഞ്ചസ് ആണ് പറയുന്നെങ്കിൽ ഹിമാലയാസിന്റെ ഒക്കെ അത് കുറച്ച് സാവധാനം എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കട്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഏത് ഏരിയ ആണോ നിങ്ങൾ എടുക്കുന്നത് ആ ഏരിയ കംപ്ലീറ്റ്, അത് ചെറിയൊരു സബ് ടോപ്പിക് പോലെയാണെങ്കിൽ ആ സബ് ടോപ്പിക്, ഇപ്പോൾ വലിയൊരു ടോപ്പിക്കിൽ ചെറിയൊരു സബ് ടോപ്പിക് ആണെങ്കിൽ ആ സബ് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് തീരുള്ളൂ. ഓക്കെ, ദെൻ SCRT ചാപ്റ്റർ നമ്മൾ ഈ മൺഡേയിൽ ഏത് SCRT ചാപ്റ്റർ ആണ് നോക്കിയത് അത് കംപ്ലീറ്റ് പഠിച്ച് തീർന്നിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത SCRT ചാപ്റ്ററിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, അതായിരിക്കും ബെറ്റർ. പിന്നെ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം, അല്ലെങ്കിൽ ഓരോ മാസത്തെ എന്നുള്ള രീതിയിൽ നോക്കി പോകാം. ഓക്കെ, പിന്നെ വെനസ്ഡേ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇട്ടിട്ടുള്ളത്. അത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മൗലികാവകാശങ്ങൾ, കടമകൾ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ഏരിയ ആണ്. അതൊരു ദിവസം കൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മുഴുവൻ പഠിച്ചു തീർക്കാന്നുള്ളത് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ബേസിക്സ് ആദ്യം മനസ്സിലാക്കുക. അതിന്റെ ആ 6 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നിങ്ങൾ 2 അല്ലെങ്കിൽ 3 ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാം. കാരണം അതിന്റെ ഉള്ളിൽ കുറേ സബായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള ഫാക്ട്സ് അവർ പറയുന്നുണ്ട്. ഫാക്ട്സ് പഠിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഈ ഉള്ളിലോട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എക്കണോമിക്സ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എക്കണോമിക്സ് എന്നുള്ള ഏരിയയിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ടാണ് ഞാൻ അതിനെ അങ്ങനെ പേരിട്ട് കൊടുത്തത്. പഞ്ചവത്സര പദ്ധതികളൊക്കെ വരുന്നുണ്ട്. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ തൊട്ടിട്ടാണ് അവർ സിലബസിൽ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ പഞ്ചവത്സര പദ്ധതികളും മറ്റു പുരോഗതികളും പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എക്കണോമിക്സ് ഇട്ടത്. ഓക്കെ, അപ്പോൾ അതിന്റെ കാര്യങ്ങൾ പഞ്ചവത്സര പദ്ധതിയൊക്കെ സാവധാനം 2 വെച്ച് ഒരു ദിവസം നോക്കി പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ സ്റ്റഡി പ്ലാനിൽ 2 വെച്ച് 2 വേണ്ടിയെടുത്ത് 2 ഒരെണ്ണം. ഇപ്പോൾ ചില പഞ്ചവത്സര പദ്ധതികൾ ലൈക്ക് ഇപ്പോൾ 9th 12th ഒക്കെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും നല്ലോണം പഠിക്കണം. ഓക്കെ, കാരണം ആ ഉള്ളിലത്തെ കാര്യങ്ങൾ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ്. ഇത് ഏത് പഞ്ചവത്സര പദ്ധതി, ഇത് ഏത് മോഡൽ, ഇതിന്റെ ലക്ഷ്യം, കൈവരിച്ച ആ ഒരു ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ്, കൈവരിച്ച റേറ്റ്, അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ എക്കണോമിക്സിൽ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി കംപ്ലീറ്റ് ചെയ്തത്. അത് 1 പഠിക്കേണ്ട സ്ഥലത്ത് അത് അത്രയും വലുതാണെങ്കിൽ അത് മാത്രമേ കൊടുക്കുള്ളൂ. 2, 3 ചേർക്കേണ്ട, ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാനിൽ ചെയ്തിരുന്നത് കേട്ടോ. ടെസ്റ്റ് സീരീസിൽ ചേർന്നവർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഈ പോർഷനൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ദെൻ ബയോളജിയുടെ 5 മാർക്സിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ പോർഷൻ വെച്ച് തുടങ്ങുക. ദെൻ SCRT ചാപ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും ഞാൻ SCRT ചാപ്റ്റർ കൊടുക്കാൻ കാരണം മുൻപത്തെ പ്രീവിയസ് ഡേയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നത്തെ ഡേയിൽ SCRT ചാപ്റ്റർ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം SCRT ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. ദെൻ മാത്സ്. ഓക്കെ, പിന്നെ തേഴ്സ്ഡേ പബ്ലിക് ഹെൽത്ത്. കാരണം പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ 10 മാർക്സ് അത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ വെയിറ്റേജ് ഉള്ള സംഭവമാണ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. സോ നിങ്ങൾ അതിൻ്റെതായ റെലവൻസിൽ വേണം അത് പഠിക്കാൻ. ഓക്കെ, അത് ഇത്തിരി കൂടുതലുണ്ട്.
പിന്നെ റിനൈസൻസ് ലീഡേഴ്സ് അത് ഞാൻ പറഞ്ഞ സെപ്പറേറ്റ് കൊടുത്തു, കാരണം ഓരോ നവോത്ഥാന നായകന്മാരും നിങ്ങൾ ഒരെണ്ണം വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇത് ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് ഞാൻ ഇട്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അതായത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന തരത്തിൽ സ്വയം അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ആരുടെയെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ടോപ്പിക്സ് ഇവിടെ അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജനറലൈസ് ചെയ്ത് കൊടുത്തത്. സ്പെസിഫിക് ഇന്ന ഏരിയ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാത്തതിന്റെ കാരണം നിങ്ങൾക്ക് പാടില്ല, ഇപ്പൊ ആ ഒരു ഓർഡറിൽ നിങ്ങൾ എവിടെ വെച്ച് നോക്കിയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോ അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനറലൈസ് ചെയ്തൊരു ടൈം ടേബിൾ ആയിട്ട് കൊടുത്തത്, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ആയിട്ട് കൊടുത്തത്. ദെൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എക്സെട്ര അത് പറഞ്ഞല്ലോ ഞാൻ, അത് ഏത് ഏരിയ ആണ്. പിന്നെ SCERT ചാപ്റ്റർ, കറണ്ട് അഫയർ. നെക്സ്റ്റ് ഇവിടെ ഫ്രൈഡേ ഞാൻ കേരള ജിയോഗ്രഫി തന്നെയാണ് വീണ്ടും കൊടുത്തത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതിന് 10 മാർക്സ് ആണ്. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ അതും 5 മാർക്സ് തന്നെയാണ്. പക്ഷെ അത് പഠിക്കാൻ കുറേ ഉണ്ട്. ഓക്കെ, ആ 5 മാർക്സിൽ കുറേ ഏരിയാസ് ഉണ്ട്, നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒന്നും കൂടെ പഠിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാനത് കൊടുത്തത്. പിന്നെ കറണ്ട് അഫയേഴ്സ് 20 മാർക്സിന്റെ ആയതുകൊണ്ട് അതിനും കൊടുത്തിട്ടുണ്ട്, മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ കൂടെ നിങ്ങൾ വേണമെങ്കിൽ പബ്ലിക് ഹെൽത്ത്, പറ്റുമെങ്കിൽ പബ്ലിക് ഹെൽത്ത് കൂടെ നോക്കുന്നത് നല്ലതാണ്, കാരണം അത് 10 മാർക്സ് ആയതുകൊണ്ട്. ഓക്കെ ഓക്കെ, അത് മറക്കരുത്. നിങ്ങൾ അതും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും, കാരണം അതിന് 10 മാർക്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ 5ാമതായിട്ട് ഈ ഫ്രൈഡേയിൽ പറ്റിയാൽ പബ്ലിക് ഹെൽത്തിൽ അതും കൂടെ നോക്കുന്നതല്ല. നിർബന്ധം പറയുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ തന്നെ അത്യാവശ്യമുണ്ട്, അങ്ങുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഓക്കെ, സാവധാനം എന്തൊക്കെ ചെയ്താലും നോക്കി തീർക്കാൻ പറ്റും. പക്ഷെ ഒരു ദിവസം നോക്കേണ്ട എണ്ണം ചിലപ്പോൾ കൂട്ടേണ്ടി വരും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ 5ാമത് എന്നുള്ള രീതിയിൽ പബ്ലിക് ഹെൽത്ത് 10 മാർക്സ് ആയതുകൊണ്ട് അതും കൂടെ നോക്കുന്നത് നല്ലതാട്ടോ. അത് എഴുതിയപ്പോൾ ഞാനത് വിട്ടുപോയത്. ഓക്കെ, ദെൻ പിന്നത്തിൽ എന്താണ് സാറ്റർഡേ, അത് സാറ്റർഡേ സൺഡേ റിവിഷൻ ആണ് ആക്ച്വലി വെച്ചിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ, റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, എന്നാൽ മാത്രമേ നമുക്ക് ഈ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് റിവൈസ് ചെയ്യാം. മൺഡേ ടു വെനസ്ഡേ വരെ പഠിച്ചത് സാറ്റർഡേന്നോ, അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ 2 ദിവസം പഠിച്ചത് സാറ്റർഡേ റിവൈസ് ചെയ്യണമെന്നോ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് റിവിഷൻ ചെയ്യാം. സാറ്റർഡേ സൺഡേ പകുതി എന്നുള്ള രീതിയിൽ. പിന്നെ PYQ രണ്ടിലും കൊടുക്കാൻ കാരണം, ഒരു 2 സെറ്റ് PYQ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സും പക്കയായിട്ട് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. കാരണം ഈ പറയുന്ന ചോദ്യ പേപ്പറുകൾ ധാരാളം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നല്ലവണ്ണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോറിംഗിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ PYQന്റെ ഒരു സെറ്റ് 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യമുണ്ട്. അതിന്റെ ആൻസേഴ്സ്, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നോക്കി വരുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും പഠിക്കാൻ. അതുകൊണ്ടാണ് അത് മാത്രമായിട്ട് സാറ്റർഡേയും സൺഡേ ഇട്ടത്. ഓക്കെ, അപ്പോൾ 2 സെറ്റെങ്കിലും ചെയ്തു പഠിച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ടെസ്റ്റ് സീരീസിൽ എന്ന് വെച്ചാൽ ഡെയിലി ടെസ്റ്റുകളാണ്. ഈ ഓരോ ദിവസവും സ്റ്റഡി പ്ലാനിൽ എന്ത് പഠിക്കാൻ പറയുന്നോ അതിന്റെ ടെസ്റ്റ് അന്ന് തന്നെ ചെയ്യും. അപ്പോൾ ഡെയിലി ടെസ്റ്റിന്റെ ഒപ്പമാണ് ഒരു മന്ത്ലി ടെസ്റ്റും ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്ലി ടെസ്റ്റും വയ്ക്കും. അതിന് പിന്നെ അതിന്റെ കൂടെ SCERT ക്ലാസ്, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ജനറലൈസ് ചെയ്ത് ഞാൻ തന്നതാണ്, സെൽഫായിട്ട് പഠിക്കണം എന്നുള്ളവർക്ക്. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ അതും ചെയ്ത് ശീലിക്കുന്നത് നല്ലതാണ് എപ്പോഴും. പിന്നെ ഈ PYQസിന്റെ ഇത് കറണ്ട് അഫയേഴ്സ് മാക്സിമം നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ എന്തിനൊക്കെയാണ് ഇവിടെ വെയിറ്റേജ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്, എസ്പെഷ്യലി എന്തൊക്കെയാണ്, കേരള ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി, പിന്നെ പബ്ലിക് ഹെൽത്ത്, ഇതൊക്കെ 10 മാർക്സ് ആണ് അല്ലെ. കറണ്ട് അഫയേഴ്സ് 20, മാക്സിമം 20 ഈച്ച് ആണ്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നോക്കും. ഇപ്പൊ റിനൈസൻസ് ലീഡേഴ്സ് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയുടെ അണ്ടറിലാണ് വരുന്നത് എങ്കിൽ കൂടി അതിൽ ധാരാളം ചോദിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാനിൽ ഓരോ റിനൈസൻസ് ലീഡർ പഠിക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് ആ ഒരു ലീഡറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചോദ്യമായിട്ട് രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ പറഞ്ഞതിനെ ബേസ് ചെയ്ത് ഞാൻ എൻ്റെതായ രീതിക്ക് ചെയ്ത ഒരു സ്റ്റഡി പ്ലാൻ ആണ്, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.